السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, നിങ്ങളിൽ നല്ലവൻ ആരാണ്? ഏത് വിഷയത്തിലാണെങ്കിലും മനസ്സ വാച കർമ്മണ, നമ്മുടെ പ്രവർത്തനങ്ങളിലാണെങ്കിലും നമ്മുടെ സംസാരങ്ങളിലാണെങ്കിലും നമ്മുടെ മാനസികമായ കാര്യങ്ങളിലാണെങ്കിലും നിങ്ങളിൽ നല്ലവൻ ആരാകുന്നു? ശാരീരികമായാലും സാമ്പത്തികമായാലും കുടുംബപരമായാലും സാമൂഹികപരമായാലും എങ്ങനെയാണെങ്കിലും നിങ്ങളിൽ നല്ലവൻ ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തോട് നല്ലവൻ എന്ന് പറയാൻ കഴിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി വ അന ഖൈറുക്കും ലി അഹ്ലി. നിങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിനോട് ഏറ്റവും ഖൈറായവൻ, ഏറ്റവും നല്ലവനാണോ നിങ്ങൾ? വ അന ഖൈറുൻ വ അന ഖൈറുക്കും ലി അഹ്ലി, എൻ്റെ കുടുംബത്തോട് ഏറ്റവും കടമപ്പെട്ടവനാണ് ഞാൻ, ഏറ്റവും ഖൈറായവനാണ് ഞാൻ. എന്നിൽ നിന്ന് എൻ്റെ കുടുംബത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല, മോശമായി തെറ്റായി. അവരെ കാണേണ്ട രൂപത്തിൽ ഞാൻ കാണും, അവർ എന്നെ കാണേണ്ട രൂപത്തിൽ കാണുന്നുണ്ട്. ഇതുപോലെ പറയാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ ഭാര്യയോട്. നമ്മുടെ കുടുംബമെന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ കുടുംബമെന്ന് പറഞ്ഞാൽ ആദ്യമായി നമ്മുടെ മാതാപിതാക്കളാണല്ലോ, പിന്നെ നമ്മുടെ ഭാര്യമാർ, പിന്നെ നമ്മുടെ മക്കളുമാർ, പിന്നെ നമ്മുടെ കുടുംബാദികൾ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ നാട്ടുകാർ. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ ജീവിക്കുന്നവരോടൊക്കെ നിന്റെ പെരുമാറ്റം എങ്ങനെയാണ്, നിന്റെ ജീവിതം എങ്ങനെയാണ്, നിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, നിന്റെ സംസാരം എങ്ങനെയാണ്, നിന്റെ മാനസികമായ അടുപ്പം എങ്ങനെയാണ്? ഈ ചോദ്യങ്ങളെല്ലാം മുമ്പിൽ വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നത്, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി. ഒരാൾ അവന്റെ കുടുംബത്തോട്, അവന്റെ അഹ്ലിനോട് നല്ലവൻ എന്ന് പറയാൻ പറ്റുമോ? നിങ്ങളിൽ ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ. അക്മലുൽ ഈമാനി ഈമാന, മുഅ്മിനീന ഈമാന, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവന്റെ പൂർണ്ണമായ ഈമാൻ അഹ്സനുഹും ഖുലുഖാ, നല്ല സ്വഭാവത്തിൽ പെരുമാറുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, അയ്യുൽ ഈമാനി അഫ്ളൽ, ഏറ്റവും നല്ല ഈമാൻ എന്താണ് നബിയെ? ഖാൽ ഖുലുഖുൻ ഹുസ്നുൻ, നല്ല സ്വഭാവം. ഈ സ്വഭാവം അങ്ങ് മാറ്റിപ്പോയാൽ അവൻ എത്ര തന്നെ വലിയവനാണെങ്കിലും, രാഷ്ട്രീയപരമായോ സാമൂഹികപരമായോ സാമ്പത്തികപരമായോ ഏതെല്ലാം നേട്ടങ്ങൾ, ഏതെല്ലാം ക്വാളിഫിക്കേഷനുകൾ ഉണ്ടായാലും ഒരു കാര്യവുമില്ല. സ്വഭാവമാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരാളെ ഉന്നതിയിൽ എത്തിക്കുന്നത് സ്വഭാവമാണ്. ആ സ്വഭാവമുണ്ടോ? മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നു, അർബഉൻ, 4 കാര്യം, തർഫഉൽ അബ്ദ ഇലാ അഅല ദറജാത്ത്, 4 കാര്യം അവനെ ഉന്നതിയിലെത്തിക്കും, ഉന്നതമായ സ്ഥാനത്തിലേക്ക് എത്തിക്കും. 4 കാര്യങ്ങൾ. വഇൻ ഖല്ല അമലുഹു വഇൽമുഹു, അവന്റെ അറിവും അവന്റെ പ്രവർത്തനവും കുറഞ്ഞാലും ശരി അവൻ ഉന്നതിയിലെത്തും. ഏതാണൊന്ന്? അൽ ഹിൽമു, സഹനമാണ്. ക്ഷമയും ഹിൽമും, അതിന് രണ്ടാണ്. സഹനം, ക്ഷമ. ഇവിടെ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഹിൽമ്, സഹനം, അത്തവാദുഉ, വിനയം, അസ്സഖാഉ, ധർമ്മം, വഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവം, വഹുവ കമാലുൽ ഈമാൻ, സൽസ്വഭാവം കൂടി ഇതിനോട് ഹെൽപ്പ് ചെയ്താൽ അവന്റെ ഈമാൻ പൂർണ്ണമായി. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാം ഓരോരുത്തരും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ഭാര്യയോട് നാം എങ്ങനെയാ പെരുമാറുന്നത്?
നമ്മുടെ മാതാപിതാക്കളോട് നാം എങ്ങനെയാ പെരുമാറുന്നത്? നമ്മുടെ മക്കളോട് നാം എങ്ങനെയാ പെരുമാറുന്നത്? നമ്മുടെ അയൽവാസികളോട്, നമ്മുടെ കുടുംബാദികളോട് എങ്ങനെയാണ് നാം പെരുമാറുന്നത്? അവർ നമ്മെപ്പറ്റി എങ്ങനെയാണ് നമ്മളെ വീക്ഷിക്കുന്നത്? ഒരു സഹാബി വന്നിട്ട് ചോദിച്ചല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ഞാൻ നല്ലവനാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ കുടുംബവും നാട്ടുകാരൊക്കെ നിന്നെപ്പറ്റി എന്താ പറയുന്നത്? അവരൊക്കെ നല്ലവനാണെങ്കിൽ നീ നല്ലവനാണ്, അവരൊക്കെ മോശക്കാരനാണെന്ന് പറയുന്നെങ്കിൽ നീ മോശക്കാരനാണ്. അപ്പൊ സമൂഹം അത് വളരെ വലിയൊരു കാര്യമാണ്. നമ്മുടെ ഭാര്യ എപ്പോഴും നമ്മെപ്പറ്റി നന്മ പറയണം. നമ്മുടെ മക്കളുമാർ നമ്മെപ്പറ്റി നല്ലത് പറയണം. മാതാപിതാക്കൾ മക്കളെപ്പറ്റി നല്ലത് പറയണം. അയൽവാസികൾ നമ്മളെപ്പറ്റി നല്ലത് പറയണം. മറ്റുള്ള സർവ്വജനങ്ങളും നമ്മളെപ്പറ്റി നല്ലത് എന്ന് പറയുമ്പോഴാണ് നാം നല്ലവനാവുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അക്സരി മാ യദ്ഖുലുൻ നാസുൽ ജന്ന, സ്വർഗ്ഗത്തിൽ കൂടുതലും ആൾക്കാർ പ്രവേശിക്കുന്നത് ഏത് കാര്യത്തിലാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖ്വല്ലാഹ്, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം, അള്ളാഹുവിന് തഖ്വ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അനുസരിക്കുകയും ഉപേക്ഷിക്കാൻ പറഞ്ഞത് തീർത്തും ഉപേക്ഷിക്കുകയും വേണം. വഹുസുനുൽ ഖുൽഖ്, സൽസ്വഭാവം. ഈ സൽസ്വഭാവമാണ് ഒരാളെ സ്വർഗത്തിലും ഒരാളെ നരകത്തിലൊക്കെ കയറ്റുന്നത്. സൽസ്വഭാവം നരകത്തിൽ കയറ്റൂല കേട്ടോ. സൽസ്വഭാവിയായി വന്നാൽ അവൻ സ്വർഗത്തിൽ കടക്കും, ദുസ്വഭാവിയായി വന്നാൽ അവൻ നരകത്തിൽ കടക്കും. എന്നാൽ നരകത്തിൽ ഏറ്റവും കൂടുതൽ പ്രവേശിക്കുന്നവർ ആരാണ്? ചോദ്യത്തിന് മറുപടി പറയുന്നു, അൽ അജ്വഫാൻ. അൽ അജ്വഫാൻ ഏതാണ്? ഈ അജ്വഫാൻ രണ്ട് ജൗഫുള്ളത്. ഒന്ന് അൽ ഫമു വൽ ഫർജു. ഒന്ന് ഗുഹ്യസ്ഥാനമാണ്, ഒന്ന് വായയാണ്. ഈ വായ കൊണ്ട് അനാവശ്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയുള്ളതല്ല, ചീത്ത പറയാൻ വേണ്ടിയുള്ളതല്ല. ഭാര്യയാണെങ്കിലും മാതാപിതാക്കളും മക്കളാണെങ്കിലും അവരെ ആക്ഷേപിക്കാനും ചീത്ത പറയാനും മോശക്കാരനായി പറയാനും വേണ്ടിയുള്ളതല്ല നാവ്. മറിച്ച് അവർക്ക് ഗുണകരമാവണം, ആ നിലയ്ക്ക് സംസാരിക്കണം. അതുപോലെ നമ്മുടെ ഗുഹ്യസ്ഥാനം നമ്മൾ നല്ലതുപോലെ കാത്തു സൂക്ഷിക്കണം. ഈ രണ്ട് കാര്യം സൂക്ഷിച്ചാൽ അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. സൂക്ഷിച്ചില്ലെങ്കിൽ ഈ രണ്ട് കാര്യം കൊണ്ട് നരകത്തിൽ കയറും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളിൽ നല്ലവൻ ആരാണ്? സൽസ്വഭാവിയാണ്. സൽസ്വഭാവം നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവണം, നമ്മുടെ സംസാരങ്ങളിൽ ഉണ്ടാവണം, നമ്മുടെ മാനസികമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലും ഉണ്ടാവണം. അങ്ങനെ വന്നാൽ നമ്മൾ സൽസ്വഭാവിയായി സ്വർഗത്തിന്റെ അഹ്ലുകാരായി മാറുന്നു. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ.